പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മീക യാത്രയെന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദൈവവചന പഠന പരമ്പരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യുദ്ധം നടത്തുന്ന കർത്താവ്, സൈന്യനായകൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ മല പോലെ നിൽക്കുന്ന ഏത് പ്രശ്നത്തെയും സമഭൂമിയാക്കുന്ന, നമുക്ക് മുമ്പിൽ അടയുന്ന ഏത് വാതിലുകളും തുറക്കുവാൻ ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുവാനിടയായിത്തീർന്നു. യോശുവയുടെ മുമ്പിൽ ഉയർന്നു നിന്ന എരിഹോ മതിലിനെ ഇടിച്ച് താഴെയിടുവാൻ യോശുവയുടെ ചെറിയ വിരൽ പോലും അനക്കേണ്ടി വന്നിട്ടില്ല. ദൈവം തന്നെ അത് ചെയ്തെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഏത് പ്രതിസന്ധിയും മറികടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ജെറിക്കോ, ഇൻ ജെറിക്കോ യു ബിക്കം എ വാരിയർ. എരിഹോവിൽ നിങ്ങളൊരു യുദ്ധവീരനായി മാറുകയാ. സ്തോത്രം എന്ന് പറഞ്ഞാൽ എരിഹോ നിൻ്റെ യുദ്ധമേഖലയാണ്. യോശുവയുടെ ദൈവം യോശുവയെ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു യുദ്ധായുധമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊരു വേദഭാഗം നോക്കാം. യിരെമ്യാ പ്രവചനം 51 അധ്യായത്തിൻ്റെ 20 വാക്യം. ജെറമിയ ചാപ്റ്റർ 51 വേഴ്സ് 20. 20 വാക്യത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. അതിങ്ങനെയാണ് കാണുന്നത്: നീ എൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. കണ്ടോ, നീ എൻ്റെ വെൺമഴുവാകുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ യുദ്ധായുധമാണ്. നോക്കൂ, യിരെമ്യാവിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: എൻ്റെ വചനം നിൻ്റെ വായിൽ തീ പോലെ ആയിരിക്കും, നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ നിനക്ക് മുമ്പിൽ വിറകായിരിക്കും. എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവത്തിൻ്റെ ഒരു ആയുധമായിട്ടാണ് കർത്താവ് ഉപയോഗിക്കുന്നത് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ നിനക്ക് അല്പമേ ശക്തി ഉണ്ടാകൂ, നിനക്ക് അല്പം മാത്രമേ ദൈവത്തിന് സ്തോത്രം ബലമുണ്ടാകൂ, നിനക്ക് വിദ്യാഭ്യാസം ഒരുപക്ഷെ കുറവായിരിക്കാം. പക്ഷേ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം: നിന്നെ അവൻ ശക്തനാക്കും. അതുകൊണ്ടാണ് പൗലോസ് എന്ന അനുഗ്രഹീത ദൈവദാസൻ പറയുന്നത്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിൻ്റെ പൈതലെ, കർത്താവ് നമ്മെ കർത്താവിൻ്റെ കയ്യിലെ ഒരു മൂർച്ചയുള്ള ആയുധമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നാം അവൻ്റെ കൈക്കീഴ് താണിരിക്കണം. യെശയ്യാവിൻ്റെ പ്രവചനം 41 അധ്യായത്തിൻ്റെ 10 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനഭാഗം നമുക്കവിടെ കാണാൻ കഴിയും. എന്നെ ഒത്തിരി ചലിപ്പിച്ചൊരു വേദഭാഗം. യെശയ്യാവ് 41 10 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, യാക്കോബിനോട് കർത്താവ് പറയുക: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യാക്കോബ് അദ്ദേഹത്തെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം പുഴുവായിരിക്കുന്ന യാക്കോബെ എന്ന. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 14 വാക്യത്തിൽ നമ്മൾ കാണുന്ന പുഴുവായ യാക്കോബെ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർപോലെയാക്കുകയും ചെയ്യും. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടി, എ ഷാർപ്പ് ട്രഷിങ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് ഒരു സ്ഥലത്ത്. ബുൾഡോസർ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പുഴുവിനെ ബുൾഡോസറാക്കി മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പുഴു നടന്നു പോയാൽ എന്ത് സംഭവിക്കും? ഒരു വണ്ടി വന്ന് കയറിയാൽ അത് പൊട്ടിത്തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പുഴു പെട്ടെന്നൊരു ബുൾഡോസറായാൽ എതിരെ വരുന്ന വണ്ടി നിൽക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എരിഹോ മതിലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യോശുവ വെറും പുഴു പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അവനെ ശക്തീകരിച്ചപ്പോൾ, ദൈവം അവനെ ബലപ്പെടുത്തിയപ്പോൾ, ദൈവം അവൻ്റെ കൂടെ നിന്നപ്പോൾ, സൈന്യങ്ങളുടെ ദൈവമായി കർത്താവ് അവൻ്റെ കൂടെ നിന്നപ്പോൾ അവനൊരു മെതിവണ്ടി പോലെ എരിഹോ മതിലിനെ ദൈവത്തിന് സ്തോത്രം ഇടിച്ച് നിരത്തുവാൻ തക്കവണ്ണമുള്ളൊരു ബുൾഡോസറാക്കി മാറ്റിയതുപോലെ മോശയുടെ കാലത്തെ തലമുറയല്ല ഈ കാലത്തെ തലമുറയെന്ന് ദൈവമക്കൾ പ്രത്യേകം വിചാരിക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യോശുവയുടെ കാലത്ത് ദൈവമക്കൾക്ക് നിന്നാൽ പോരാം.
അവർക്ക് യുദ്ധത്തിന് പോയേ പറ്റത്തുള്ളൂ. പുറപ്പാട് 14 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കുക എന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോശുവയോട് പറയുന്നത് നിങ്ങൾ യെരിഹോ യുദ്ധം ചെയ്ത് കീഴടക്കണം, നിങ്ങൾ യുദ്ധം ചെയ്ത് കീഴടക്കണമെന്നാണ്. എന്നാൽ പഴയ നിയമത്തിൽ ദൈവത്തിന് സ്തോത്രം മോശയുടെ കാലത്ത് പറയുന്നത് നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവത്തെ അറിഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങൾ നിൽപ്പീൻ എന്നാണ് പറയുന്നത്. നിൽപ്പീൻ, യു സ്റ്റാൻഡ് സ്റ്റിൽ. എന്നാൽ ഇവിടെ പറയുന്നത് കർത്താവ് നീ യുദ്ധം ചെയ്ത് കീഴടക്കണം. യെരിഹോ നിൻ്റെ യുദ്ധഭൂമിയാണ്. യു ആർ എ മിലിറ്റന്റ് ഗ്രൂപ്പ്, യു ആർ ഹിസ് ബാറ്റിൽ ആക്സ് ആൻഡ് വെപ്പൺ ഫോർ വാർ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കയ്യിലെ ഒരു വെൺമഴുവാണ്, ഒരു ഷാർപ്പ് ടൂളാണ് നീ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, പക്ഷേ നിങ്ങൾ യുദ്ധസന്നദ്ധരായി പുറപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യോശുവയുടെ കാലത്തെ ജനറേഷൻ്റെ മെൻറ്റാലിറ്റി വ്യത്യസ്തമാണ്. മോശയുടെ കാലത്തുള്ളതുപോലത്തെ പിറുപിറുപ്പിൻ്റെ ആളുകളല്ല ഇവർ. ഏത് സമയത്തും ആത്മാവിൽ എരിവുള്ളവരായി യുദ്ധത്തിന് തയ്യാറായിരിക്കണം. തലമുറയുടെ കൈമാറ്റത്തിനകത്ത് അതാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഏലിയാവിൻ്റെ ഇരട്ടിപ്പങ്ക് എലീശ ചോദിച്ചതിൻ്റെ കാരണം? ഏലിയാവിൻ്റെ കാലത്ത് യുദ്ധമല്ല എലീശയുടെ കാലത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, ഉണ്ണുണ്ണിസാറിൻ്റെ കാലത്തോ കുക്കു സാഹിബിൻ്റെ കാലത്തോ ഉള്ള ചാലഞ്ചസ് അല്ല ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്കുള്ളത്. അതുകൊണ്ട് അതിനേക്കാൾ എത്രയോ മടങ്ങ് അഭിഷേകത്തിൻ്റെ ശക്തി നമുക്കുണ്ടായേ പറ്റൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ നമുക്ക് ഒരു വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ യെറിക്കോ യു ആർ പ്രേയിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ എരിഹോയിലാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, നിങ്ങളൊരു ആത്മീക യുദ്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്നും നിങ്ങൾക്ക് എന്തെല്ലാം കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം യുദ്ധത്തിന് പുറപ്പെടുവാൻ. യു ആർ പ്രേയിങ് ആസ് എ ജോയിൻ ഹെയർ വിത്ത് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്, നിങ്ങൾ ദൈവ പൈതലാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ വേണം നിങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ വിശ്വാസത്തോടെയും തികഞ്ഞ ദൈവഭയത്തോടെയും കൂടെ ദൈവവചനപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏത് വിഷയവും കർത്താവ് പരിഹരിച്ചു തരും. ദൈവവചനത്തിലെ തത്വങ്ങൾ മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പലർക്കും ശരിയായ ഉത്തരം ലഭ്യമാകുന്നില്ല. ഒത്തിരി പേര് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ല പാസ്റ്ററെ. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം വ്യക്തമായി നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ക്രിസ്തുവിലാരാണ്. whom you are in Christ. പൗലോസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം, ഒരറിവ് നമുക്കുണ്ടാകണം. അതൊരു മർമ്മമാണ്, അതൊരു രഹസ്യമാണ്. അത് ലോകത്തിന് തിരിച്ചറിയത്തില്ല, പക്ഷെ ഒരു ദൈവപൈതലായ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ട്രൈ ടു പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് സ്തോത്രം. ആക്ച്വലി പ്രെയർ ഈസ് ലൈക്ക് എ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ളൊരു സംസർഗം എന്നാണ് അതിൻ്റെ അർത്ഥം. മിക്കവാറും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നോക്കിക്കോ, അതെപ്പോഴും ഒരു മോണോലോഗായിരിക്കും. ദൈവത്തിന് കുറേ കാര്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പരാതികൾ, നമ്മുടെ ഇല്ലായ്മകളൊക്കെ പറയാനുള്ള ഒരിടം. ദൈവം ഇങ്ങോട്ട് തിരിച്ച് സംസാരിക്കുന്നത് പൊതുവെ വിരളമാണ്, അങ്ങനെ കേൾക്കുന്നതും വിരളമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രയർ ഈസ് നോട്ട് എ മോണോലോഗ്, ഇറ്റ്സ് എ ഡയലോഗ്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമായി അങ്ങോട്ട് സംസാരിക്കുകയും ദൈവം നമ്മോട് മറുപടി പറയുകയും ചെയ്യുന്ന ഒരിടമാണ് പ്രാർത്ഥനാ സ്ഥലം. ദൈവത്തോടുള്ള ഫെലോഷിപ്പ് നടക്കുന്ന സ്ഥലമാണ്. ചില ട്രാൻസാക്ഷൻസ് നടക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്ന സ്ഥലമാണ്. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്ന സ്ഥലമാണ്. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുന്ന സ്ഥലമാണ് പ്രാർത്ഥനാ സ്ഥലം. അപ്പോൾ നിങ്ങൾ ജെറിക്കോയിലെത്തിയാൽ യു ബിക്കം എ വാരിയർ. നിങ്ങളൊരു യോദ്ധാവായി തീരുകയാണ്. നിങ്ങൾ ബേഥേലിൽ നിൽക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു. നിങ്ങൾ ഗിൽഗാൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാരംഭ ദിശയാണ്. എന്നാൽ നിങ്ങൾ എരിഹോയിലായിരിക്കുമ്പോൾ നിങ്ങൾ യുദ്ധസന്നദ്ധനായ ഒരു പടയാളിയാണ്. ദൈവത്തിന് സ്തോത്രം. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു പടയാളി വർജനം ആചരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. ഗിൽഗാലിൽ നിന്നും നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചു. ബേഥേലിൽ നിങ്ങൾ ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലായി. ബട്ട് വെൻ യു ആർ ഇൻ ജെറിക്കോ യു ബിക്കം എ ഫൈറ്റർ ഫോർ ഗോഡ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന
ദൈവത്തിൻ്റെ കയ്യിലെ ഒരു യുദ്ധായുധമാണ്. ദൈവത്തിന് ഏത് രാജ്യത്തോടോ ഏത് പട്ടണത്തോടോ ഇടപെടലുണ്ടെങ്കിലും ദൈവം നമ്മളെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എരീഹോവിൽ യു ആർ ഡിഫറെൻ്റ് നൗ, യുവർ ലൈഫ് ഹാസ് ചേഞ്ച്ഡ്. നിങ്ങൾ ജെറീക്കോയിലെത്തുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലി മാറുന്നു, നിങ്ങളുടെ ഇൻ്റർസെസറി പ്രയറിന് മാറ്റം വരും. നൗ യു സ്പീക്ക് ദ വേർഡ് ഓഫ് പവർ. നിങ്ങൾ ദൈവവചനത്തിൻ്റെ ശക്തിയേറിയ ദൂതുകളാണ് സംസാരിക്കുന്നത്. വെൻ യു സ്റ്റാർട്ട് സ്പീക്കിംഗ്, ഫയർ കംസ് ഔട്ട് ഓഫ് യുവർ മൗത്ത് ആൻഡ് യു ആർ കോൺകറിങ് സിറ്റീസ് ആൻഡ് നേഷൻസ് ഫോർ ക്രൈസ്റ്റ് ജീസസ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിഷേകത്തിൻ്റെ ശക്തിയോടെ നിങ്ങൾ എരീഹോവിൽ യുദ്ധസന്നദ്ധനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യമുണ്ട്, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ജാതികളെയും രാജ്യങ്ങളെയും കൈവശമാക്കി തരും. അതെ, ഒരു യുദ്ധസന്നദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലെ ഒരു യുദ്ധായുധമായിരിക്കുന്ന ഒരു വെൺമഴുവായിരിക്കുന്ന എന്നെയും നിന്നെയും കൊണ്ട് വേണം കർത്താവിന് പട്ടണങ്ങളെ പിടിക്കുവാൻ, രാഷ്ട്രങ്ങളെ പിടിക്കുവാൻ. കർത്താവ് നമ്മളെ അതിനായിട്ട് ഉപയോഗിക്കട്ടെ. എരീഹോ നമ്മുടെ യുദ്ധമേഖലയാണ്. എരീഹോ നമ്മുടെ ആത്മീക പോരാട്ടത്തിൻ്റെ തട്ടകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിന് വിരാമം ഇടുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.